നാളെ നമ്മളില്ലെങ്കിലും ബിസിനസ് റൺ ചെയ്യണം. നമ്മളല്ല നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം സിസ്റ്റത്തിലേക്ക് വരണം, കമ്പ്യൂട്ടറിന്റെ യൂസേജ് എന്നുള്ളതൊക്കെ അവിടെ വിചാരിക്കുന്നത്. സംഭവം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആര് പർച്ചേസ് ചെയ്യണം അത് തീരുമാനിക്കുന്നതന്നെ സിസ്റ്റം. സെയിൽസ് ചെയ്യുകയാണെങ്കിൽ ആരാ സെയിൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇവിടെ ഒരു സെയിൽസ്മാൻ നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്നു, അവന്റെ വർക്ക് എന്താണ്, കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ആര് പൈസ വാങ്ങണം, ആരൊക്കെയാണ് അവിടെ ഒരു വെണ്ടർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്യാനാണ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പാടെ ഇവിടെ എന്തൊക്കെ ആക്കാൻ വേണ്ടാവുന്ന ബിസിനസ്സുകാർക്ക് ഒരു വലിയൊരു ഭീഷണി അതാണ്. ടീമിന്റെ അടുത്ത് പോയിട്ട് ഇവിടെ സിസ്റ്റമാറ്റിക് ആക്കാൻ പോവാണ്, ഞങ്ങൾ ബിസിനസ്സിനെ നല്ലൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോവാന്ന് പറയുമ്പോൾ ടീം ആകെ പാനിക്കാവാണ്, ഇവിടെ എന്തോ വരാൻ പോകും. സത്യത്തിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായി ഡിഫൈൻ ചെയ്താൽ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയും. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും സെക്യൂർഡ് ആവുകയാണ്. കാരണം സെക്യൂർഡ് ആവുന്ന അവന് വളരെ ഈസിയായി, അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവന് നല്ല ക്ലാരിറ്റി കിട്ടി. അത് തന്നെയും അവൻ എന്തുകൊണ്ട് ചെയ്തു, ഇപ്പുറത്തുള്ള മറ്റവൻ അപ്രൂവ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്തു. ഇവൻ കുടുങ്ങില്ല, കാരണം ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു, മറ്റവൻ ഇങ്ങനെ അപ്രൂവ് മുകളിൽ നിന്ന് BRലേക്ക് അതിൻ്റെ മുകളിലേക്ക് കൃത്യമായി നമ്മളൊരു സാധനം എവിടെ തൊട്ട് കഴിഞ്ഞാലും അതിന് നല്ല കൃത്യമായൊരു നല്ലൊരു വര കിട്ടും. അതുകൊണ്ട് എല്ലാവരും സെക്യൂർഡ് ആവുക ചെയ്യുക. അവർ സെക്യൂർഡ് ആവുന്നു, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ ടൈം അവിടെ കൃത്യമായി അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വിഷയത്തിൽ മാത്രം ചെലവഴിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് ഗുണമാണ് ടീമിന് കിട്ടുക. പക്ഷെ ടീം ആകെ പാനിക്കാവുകയാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. അതെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓണേഴ്സാണ് ഒരു സ്ഥാപനത്തിന് ഏറ്റവും നല്ല എംപ്ലോയി, ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാം അറിയുന്ന. കാരണം ആ സ്ഥാപനം തുടങ്ങിയത് മുതൽക്കുള്ള സ്റ്റോറി അറിയാം, അതിൻ്റെ ബാക്ക് ഫയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പരാജയം നേരിട്ടുള്ള, എന്ത് ചെയ്താൽ എന്ത് ശരിയാവുന്നുള്ളതൊക്കെ അറിയാം അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും പോയി കൈ കടത്താൻ ഒരു ടെംപ്റ്റേഷൻ അവിടെ ഉണ്ടാകും. ഇവിടെ നമ്മൾ ഓണ്ടർപ്രണേഴ്സ് ചെയ്യേണ്ടത് ഈ പറയുന്ന സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, കോംപ്ലിക്കേറ്റഡ് അല്ല, ജസ്റ്റ് എഴുതിയിടാനെങ്കിലും നമ്മൾ ടൈമും കണ്ടെത്തണം, അതിൻ്റെ സ്കില്ലും നേടണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ബിസിനസ്സിൻ്റെ സൈസിനനുസരിച്ച്. ഇപ്പോൾ എനിക്കൊരു പച്ചക്കറി കടയാണ്, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ, നമ്മൾ അയാളെല്ലാം ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യും. അല്ലേ? അയാൾ കാശ് മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ള വേറെ ആൾ വെക്കണം. ഒരു പക്ഷേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബിസിനസ് ഉണ്ടാവണമെന്നില്ല, സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. ഓരോ ബിസിനസ്സിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നമുക്ക് എഴുതിയിടാം. കാരണം നാളെ ഈ ബ്രാഞ്ച് ഒരു 10 ബ്രാഞ്ച് ആവുന്ന സമയത്ത് എന്തായിരിക്കണം മാറ്റം വരേണ്ടത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ ഓണേഴ്സിന്റെ മൈൻഡിലും പേപ്പറിലും ഉണ്ടായിരുന്നു. എന്റെ ഈ ബിസിനസ്സിനോട് പറയില്ല, സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും അവിടെ ഒരു ഫൈനാൻഷ്യൽ മാനേജർ വേണ്ടേ, അല്ലെങ്കിൽ ഈ പർച്ചേസിന് ആൾ വേണം, സെയിൽസിന് ആൾ വേണം, ഇൻവെന്ററിക്ക് ആൾ വേണം, അക്കൗണ്ടിങ്ങിന് ആൾ വേണം. ഇതൊക്കെ പാടെ ഞങ്ങൾ 2 പേരാ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ സിസ്റ്റം കൊണ്ടുവരാൻ നമ്മളുടെ ബിസിനസ്സുകാരുടെ മൈൻഡിന്റെ ഉൾസെറ്റിലുള്ള ഒരു തടസ്സം ഇതാണ്. ഒരാളാണെങ്കിലും അവിടെ സിസ്റ്റം കൊണ്ടുവരാന്നുള്ളതാണ്. അവന്റെ ബിസിനസ് എങ്ങനെ നടക്കണം, ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി എഴുതിയിടുക എന്നുകൂടെ പറഞ്ഞു. ഇതാണ് ഞങ്ങൾക്ക് ബിസിനസ്സുകാരോട് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് ഒന്നും കൂടെ കൃത്യമായിട്ട് പറയാം. അതായത് എഴുതിയിടുക, ഇവിടെ എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്നത്, അതോ എങ്ങനെയാണ്, അപ്പോൾ ഇതാരൊക്കെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരേ വർക്ക് തന്നെ പല കാര്യങ്ങളും ഒരാൾക്ക് കൂടുതലുണ്ടാവും. അപ്പം നീ 3-4 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു കാര്യം മാത്രമല്ല. ഇനി ഇത് വലുതാവുന്ന സമയത്ത് സുഖമായിട്ട് ഈ 4 കാര്യങ്ങൾ ഒന്നും കൂടെ അവന് കൊടുക്കും. അപ്പം ഇതിൽ അവന് കൂടുതൽ വർക്ക് വന്നിട്ടുണ്ടാവും. കുറച്ചും കൂടി ബിസിനസ് വളരുമ്പോൾ ഇതിന്നും കൂടെ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊടുക്കലേ ഉള്ളൂ. കൃത്യമായിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യലേ ഉണ്ടാവും. അങ്ങനെയാണ് സിസ്റ്റത്തെ മെല്ലെ മെല്ലെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അത് വളരെ ഈസിയാണ്. ഓരോ ഷോപ്പിന്റെയും സിസ്റ്റം മറ്റു ഷോപ്പിന്റെ സിസ്റ്റവുമായിട്ട് സെയിം ആയിരിക്കില്ല. അവനറിയാം അവന്റെ ഷോപ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് നടക്കുന്നു. അതിനെ കൃത്യമായി കുറച്ച് സമയം, ഈ നേരത്തെ ടൈമിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇരുന്ന് ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞാൽ ആ പേപ്പറിൽ നിന്ന് മനസ്സിലാവും നമുക്ക് ഇതാരെ ഏൽപ്പിക്കണം. ഇപ്പൊ നമ്മൾ 1, 2, 3 കൂടുതൽ ഒരാളെ ഏൽപ്പിക്കുന്നു. ഇതിനൊന്നും വേറെ ആളുകൾ വരണമെന്നൊന്നുമില്ല. വലിയ ആളുകൾ വന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇതിനൊക്കെ പൈസ ചിലവല്ല. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിനുള്ള ചിന്ത. ഇപ്പൊ സിസ്റ്റം അവിടെ കമ്പനിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് അവൻ ആകെ പേടിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല. അവനറിയാലോ എൻ്റെ ഷോപ്പിൽ എന്ത് നടക്കുന്നുള്ളത്. പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, കസ്റ്റമറിൽ നിന്ന്. ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ കസ്റ്റമറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അത് വിൽക്കണം, അതിൻ്റെ പ്രൈസ് ഇടണം, തിരിച്ച് വിൽക്കണ്ടേ. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രക്ക് വിൽക്കണം. ഇതിലൊക്കെ ഈ ഒരു ഓണറിലേക്ക് ഒരു സ്വിച്ച് ഇട്ടാൽ
കൃത്യമായ രീതിയിൽ അവിടെ നിന്ന് തീരുമാനിക്കുന്ന രീതിയിൽ വരണമല്ലോ, അപ്പോഴാണല്ലോ ബിസിനസ് വളരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വളരണമെങ്കിൽ കൃത്യമായൊരു പേപ്പറിലേക്ക് എഴുതി വലിയൊരു സംഭവം ഒന്നാണ് എന്ന് കരുതേണ്ട ആവശ്യമില്ല. ഒരു മുതൽ മുടക്കില്ലാതെ നമുക്ക് തന്നെ നടത്താൻ പറ്റും അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇമാജിൻ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ഉള്ളൂ, ഞാനും എൻ്റെ ഒരു എംപ്ലോയി മാത്രമുള്ള ഒരു ഷോപ്പ് റൺ ചെയ്യുന്നു. എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ നോക്കേണ്ടി വരും എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറോ ഒക്കെ ആയിരിക്കും. അവരിത് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മളുടെ ബിസിനസ് എപ്പോഴും വലുതാവുക എന്ന് പറയുമ്പോൾ നമ്മളോടുകൂടി തീരുന്നൊരു ബിസിനസ് ആവരുത്. അത് കൈമാറ്റം ചെയ്യപ്പെടണം. നാളെ ആര് വന്നാലും അവർക്ക് റൺ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ. ഇതായിരിക്കണം നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. ഈ കരുതലോടുകൂടി വേണം നമ്മൾ ഈ കാര്യങ്ങൾ എഴുതിയിടാൻ. എഴുതിയിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. ഓരോരുത്തർക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത്ര ബാൻഡ് വിഡ്ത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര ആളുകളേ ഉള്ളൂ, അവരെ കൊണ്ട് ഇന്നതൊക്കെ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് ആ പേപ്പറിലുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കൊരു ലക്ഷ്യബോധം വന്നു അവിടെ. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ നമ്മളില്ലെങ്കിലും ബിസിനസ് റൺ ചെയ്യണം. നമ്മളല്ല നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞാണ്.